അഖിലേട്ടാ പുതിയ സ്റ്റോക്ക് വന്നു പറഞ്ഞു. ഞാന് നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം നമുക്ക് നമ്മുടെ സ്റ്റോക്ക് കാര്യങ്ങൾ വന്ന് നമ്മുടെ ആൾക്കാരോട്, അതായത് കസ്റ്റമേഴ്സിനോട് കൂലി ത്രോയിൽ തന്നെ പറയണം. അതിനുവേണ്ടി ഞാൻ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സാധനങ്ങൾ വന്നതെല്ലാം ആദ്യം വന്ന സ്റ്റോക്ക് കാര്യങ്ങളെല്ലാം തീർന്നു. ആദ്യം വന്ന 4 കട്ടറല്ലായിരുന്നു. അതിന് മുന്നേ വന്നായിരുന്നു നമുക്ക്. അത് കഴിഞ്ഞ് 4 വന്നു. 4 വന്നാല് ഇന്നിപ്പോ പാലക്കാട് ഒരു കസ്റ്റമർ ഉണ്ട്, ആൾക്ക് കൊടുക്കണം. പിന്നെ തലശ്ശേരി നമ്മൾ കൊടുത്തായിരുന്നു. പിന്നെ മഞ്ചേരിന്ന് ഇവിടെ വന്ന് 2 പേരെ എടുത്തു. പിന്നെ നമ്മുടെ ഇവിടെയുള്ള കസ്റ്റമർ എടുത്തു. കൂടാണ്ട് ഇതിപ്പോ എന്ന് പറഞ്ഞാൽ വിടാനുണ്ട് ഇതിന്റെ അകത്തുനിന്ന്. അപ്പം ഇത് ഫുൾ സ്റ്റോക്ക് വന്നതാണ് ഇന്നലെ വന്നതാണ്. അപ്പൊ നല്ല എൻക്വയറി കേട്ടോ. കൂലിസ്രോ എന്ന് പറയുന്ന ആ ഒരു ചാനല് അത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ചാനലാണ്. എത്ര പേരാ എന്നെ വിളിച്ചതെന്നറിയാമോ? അതായത് പിന്നെ എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിക്കുന്നുണ്ട്, പിന്നെ വൈബ്രേറ്റ് മെഷീനാണ് നല്ലത്. കാരണം ഞാൻ ഉപയോഗിക്കുന്നത് എന്റെ ടോപ്പാണ്. പക്ഷെ അതിനേക്കാൾ നല്ല അതുകൊണ്ടാണ് ഞാൻ സംഭവിച്ചാൽ അത് മെസ്സഞ്ചർ അവർക്കൊരു അപ്ഡേഷൻ കൊടുക്കാതെ. ഞാൻ തന്നെ തന്ന സാധനമാണ്. അപ്പൊ അതിന്റെ ഒരു അപ്ഡേഷൻ ചേട്ടാ ഞാൻ പറയോ, ഈ കട്ടർ ഈ കട്ടർ സംഭവിച്ചാല് എല്ലാവർക്കും കിട്ടണം. ടൈൽ പണി എടുക്കുന്നു, പണി തുടങ്ങാൻ വേണ്ടി പോകുന്നു, എല്ലാവർക്കും ഈ ഒരു കട്ടർ ഉപകാരപ്പെടണം. കാരണം വെച്ചാല് ഇത് ഇങ്ങനത്തെ കട്ടർ ഉണ്ടെന്ന് അറിയപ്പെടാത്ത ഒരുപാട് പേരുണ്ട്, ഇപ്പോഴും ഉണ്ടാവും. ഈ കട്ടർ കിട്ടാത്ത ആൾക്കാരുണ്ടാവും, അവർക്കെല്ലാം ഇത് കിട്ടണം. അപ്പൊ സംഭവിച്ചാല് നമുക്ക് പഴയ രീതിയിലേക്കല്ല, നമുക്ക് മുന്നേറാൻ വേണ്ടിയാണ് നോക്കണ്ടേ. അപ്പൊ അതിന് വേണ്ട എല്ലാ പണി സാധനങ്ങളും മേടിക്കണം കേട്ടോ. നമുക്ക് ഈ എൻഡിക്കോയിന്റെ സ്ലോപ്പ് T30 എന്ന് പറയുന്ന മോഡല് ഫുൾ സ്റ്റോക്കാണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ഈ കൂലിസ്രോ എന്ന് പറയുന്ന ഈ ഒരു ചാനല് അത് ഈ ഒരു കൊച്ചു കടയിനെ എത്രത്തോളം റേഞ്ച് ആക്കി എന്നുള്ളത് എനിക്കറിയാം. കാരണം ഏത് കോള് വന്നാലും ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, പേഴ്സണലായിട്ട് വിളിക്കുന്നുണ്ട്. ഒരു കോള് പോലും ഞാൻ എടുക്കാതിരിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കൊണ്ട് എടുക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചവരെ വിളിക്കുന്നുണ്ട്. പിന്നെ 1-2 പേർക്ക് സാധനം കൊടുക്കാൻ എനിക്ക് പറ്റാണ്ട് വന്നിട്ടുണ്ട്. കാരണം അവരൊന്നും വിചാരിക്കരുത്, ഇൻ കേസ് എന്റെ അടുത്ത് സ്റ്റോക്ക് തീർന്നുകൊണ്ടായിരിക്കും. കൊല്ലത്ത് നിന്നുള്ള ഒരു ഉണ്ട്, ഇക്കയ്ക്ക് വേണ്ട സാധനം എനിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്റ്റോക്ക് തീർന്നിട്ടല്ല, സ്റ്റോക്ക് വരുന്നുണ്ട്. അമ്പലവയലുള്ള നമ്മുടെ ഒരു കസ്റ്റമർ, മൂപ്പർ ചോദിച്ച സാധനം എന്റെ അടുത്തിട്ട്, പക്ഷെ മൂപ്പർ മെഷീനിൽ സെറ്റ് ആവുന്ന സാധനം എന്റെ അടുത്തില്ല. അങ്ങനെ എറണാകുളം വരെ എറണാകുളത്തൊക്കെ നമുക്ക് ഡയറക്റ്റ് ഡെലിവറി കൊടുക്കാം കേട്ടോ. എറണാകുളം അവിടെ അനിയനുണ്ട്, അപ്പൊ അനിയന് ഡയറക്റ്റ് അവർക്ക് ഡെലിവറി കൊടുക്കാൻ സാധിക്കുന്നതാണ്. കോട്ടയത്തുള്ള ആൾക്ക് കൊടുക്കാം. അവിടെ നല്ല എൻക്വയറി വന്നിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ കൂലിസ്രോ ആളെ കുറിച്ച് ഓരോരുത്തരും വിളിക്കുമ്പോ ഉണ്ടല്ലോ, ആളെ നീ ഒരു കാരണവശാലും കൈവിട്ട് കളയരുതെന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. ഇവനെ നമ്മൾ ഒരിക്കലും കൈവിട്ട് കളയാൻ പോകുന്നില്ല. നമുക്ക് പുതിയൊരു ഷോപ്പ് വരുന്നുണ്ട്, ഫുൾ പവർ ടൂൾസിന്റെ സെയിൽസ് ആൻഡ് സർവീസ്. അതിന്റെ മെയിൻ ആള് കൂലിസ്രോ ആയിരിക്കും. നമുക്ക് ചാനലുണ്ട്, ആ ചാനൽ മൊത്തം കൈകാര്യം ചെയ്യുന്നത് കൂലിസ്രോ ആയിരിക്കും. ഞാൻ സംഭവിച്ചാല് ഈ കൊച്ചു കട നമുക്ക് കേരളം അറിയപ്പെടുന്ന ഒരു ഷോപ്പായി മാറണം. കാരണം മലപ്പുറത്ത് നിന്ന് 2 പേര് ഇവിടെ വരിക, ഈ ഒരു കടയിൽ വരിക എന്ന് പറഞ്ഞാല് അതിൽ കൂടുതൽ ഈ ചെറിയൊരു കടയിലേക്ക് അവര് നല്ല പൈസ സാധനവും കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടാണ് പോയത്. അപ്പൊ എല്ലാ മനുഷ്യന്മാരും അറിയാൻ വേണ്ടി നമുക്ക് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പൊ ഈ നമ്പറിൽ വിളിച്ചാൽ മതി, സംഭവം അവിടെ എത്തിച്ചു കേട്ടോ. ഡെലിവറി ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമുക്ക് പാലക്കാട് കൊടുത്തു വിടാറുണ്ട്. ഇന്ന് പാലക്കാട് ഡെലിവറി ഉണ്ട്. അതുപോലെ നമുക്ക് എവിടെ വേണേലും ഡെലിവറി ചെയ്യാം. ഈ ആലപ്പുഴ, എറണാകുളം, കോട്ടയം ആ ഒരു സൈഡിലുള്ളവരാണെങ്കിൽ എറണാകുളത്തെ ഡെലിവറി തരാൻ നമുക്ക് പറ്റും. കാരണം ബ്രദർ അവിടെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ആ ടെൻഷൻ വേണ്ട. അപ്പൊ നോക്കി 2 പെട്ടി നിറച്ച് നമ്മളെ കട്ടർ കേട്ടോ. അപ്പൊ ചേട്ടേ നമ്മളെ ഗ്രൈൻഡർ മെഷീൻ, അപ്പൊ അത് നമുക്ക് നാളെ വരാം. നാളെ നമുക്ക് ഗ്രൈൻഡർ മാത്രമല്ല, നമുക്ക് വൈബ്രേറ്റർ വേണം, പിന്നെ വൈബ്രേറ്റർ മെഷീൻ വേണം. പിന്നെ അല്ലാതെ തന്നെ ഉണ്ടല്ലോ പലരും ചോദിക്കുന്നത് സംഭവിച്ചാൽ ഈ മാർബിള് മോൾഡിംഗ് ബ്ലേഡ് ഇല്ലേ, മാർബിൾ മോൾഡിംഗ് ബ്ലേഡ്, അത് സൂര്യന്റെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന, അതൊന്നും കുഴപ്പമില്ല, എല്ലാം നമുക്ക് ചെയ്യാം. അപ്പം വളരെ ഉപകാരം. നമ്മുടെ ഈ കൊച്ചു സ്ഥാപനത്തിനെ ഇങ്ങനെ വൈറലാക്കി തന്നതിന് വളരെയധികം ഉപകാരം. എന്നാ ഓക്കെ പോയിക്കോട്ടെ.